ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ രാത്രി അലീന ഉറങ്ങുന്ന സമയത്ത് ഹരിശങ്കർ വരുന്നുണ്ട്. ഡോറിൽ വന്ന് ഒരേ മുട്ടക്കമാണ്. സൗണ്ട് കേട്ടിട്ട് പോലും അലീന എണീക്കാൻ കൂട്ടാക്കുന്നില്ല. ദേഷ്യം പിടിച്ച് കുറേ സമയം അവിടെ നിന്ന് ഡോറിൽ മുട്ടുന്നുണ്ട്. പക്ഷേ അലീന എണീക്കുന്നേ ഇല്ല. പുതപ്പ് തലവഴി മൂടി ചെവി കേൾക്കാത്ത രീതിയിൽ കിടക്കാൻ കേട്ടോ. നിരാശപ്പെട്ട് അന്ന് രാത്രി തന്നെ തിരിച്ച് റൂമിലേക്ക് കയറി പോവുകയാണ് ഹരിശങ്കർ. പിറ്റേ ദിവസം രാവിലെ പതുപോലെ അലീന എണീറ്റ് മുത്തശ്ശിയുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ എല്ലാവരും വൃത്തിയാക്കോട്ടോ. ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഹരിശങ്കർ വീണ്ടും ഇറങ്ങി വരിക. എന്നിട്ട് അലീനയോട് പുറകെ നടന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതെ ഞാൻ ഇന്നലെ രാത്രി വന്നിരുന്നു, നീ എന്താ വാതിൽ തുറക്കാത്തെ? അലീനയാണെങ്കിൽ കണ്ട ഭാവം പോലും വയ്ക്കുന്നില്ല കേട്ടോ. താൻ എന്ത് ജോലി ചെയ്യുന്നു അതിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ആ ഒരു ടേബിൾ തുടയ്ക്കുകയും വൈപ്പറിട്ട് എടുക്കുകയും വെള്ളം എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ കൂടെ നടന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? നിനക്കെന്താ ചെവി കേട്ടൂടെ? ഇന്നലെ രാത്രി ഞാൻ കുറേ വന്ന് മുട്ടിയല്ലോ, പിന്നെ എന്താ നീ എണീക്കാത്തത്? നീ എന്താ ഉറങ്ങിപ്പോയോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അലീന എങ്ങോട്ട് പോകുന്നു കൂടെ നടന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അലീന ഒരു ശകലം പോലും ഹരിശങ്കറിൻ്റെ മുഖത്ത് നോക്കുകയോ മിണ്ടുകയോ ചെയ്യുന്നില്ല. എന്നിട്ട് കയറി ഫ്രണ്ടിൽ വഴിതടഞ്ഞ് നിൽക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒന്ന് മാറൂ, എനിക്ക് എൻ്റെ ജോലി ചെയ്യണം. ദേ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ ഇന്നലെ വന്ന് വിളിച്ചിട്ട് നീ എന്താ മൈൻഡ് ചെയ്യാത്തത്? നീ എന്താ മിണ്ടാതിരിക്കുന്നത്? എത്ര സമയം കൊണ്ടിട്ട് നിന്നോട് സംസാരിക്കണം? എനിക്കിപ്പോൾ എൻ്റെ മുറി ഇപ്പം വൃത്തിയാക്കണം, മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നോ. അങ്ങനെ പതിയെ സംസാരിച്ചെന്ന് ആ ഒരു ഹരിശങ്കറിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. ഒറ്റ ദേഷ്യം. നിന്നോടാ ഞാൻ പറഞ്ഞത് മുറിയിലേക്ക് കയറി വന്ന് എൻ്റെ മുറി വൃത്തിയാക്കാനായിട്ട്. പറഞ്ഞാൽ കേട്ടോളണം. അപ്പോൾ അലീന അവിടെ താരയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അലീന പറയാം, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. കഴിയണ്ട, എനിക്കതിന് മുമ്പേ ചെയ്യണം. ദേ വരുന്നു, ഇപ്പം തന്നെ ചെയ്തേക്കാം എന്ന് പറയാം. എന്നിട്ട് അതും കേട്ടുകൊണ്ട് ഹരിശങ്കർ നേരെ മേളിലേക്ക് ചെല്ലുക. അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് മോപ്പും വെള്ളവും ബക്കറ്റും ഒക്കെ ആയിട്ട് അലീന നേരെ മുറിയിലേക്ക് ചെല്ലുക കേട്ടോ. അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഹരിശങ്കർ. ഇനി വരുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആ ജനലിലെ കർട്ടനെല്ലാം വലിച്ച് താഴ്ത്തിയിടുക കേട്ടോ. പുറത്തുനിന്ന് ഒരാളും അകത്തേക്ക് കാണരുത് അതുപോലെ. എന്നിട്ട് അപ്പോഴാണ് അലീന എല്ലാം കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. അലീന അകത്തേക്ക് കയറി വന്ന് ചോദിക്കുന്നുണ്ട്, ഇവിടെയല്ലേ തുടയ്ക്കേണ്ടത്? അതെ, ഇവിടെ തന്നെ, എല്ലാവരും തൂത്ത് വൃത്തിയാക്കുക എന്ന് പറയാണ്. അങ്ങനെ ജോലി തുടങ്ങുകയാണ്. ഈ സമയത്ത് അലീന അറിയാണ്ട് പതുക്കെ ആ ഡോറ് അടയ്ക്കുക കേട്ടോ ഹരി. അപ്പോൾ ഇതൊന്നും അലീന അറിയണില്ല. അടച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അലീന അവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പതിയെ അലീനയുടെ അടുത്തേക്ക് ചെന്ന് ആ തോളിലേക്ക് ഒന്ന് കൈ വെക്കുന്നുണ്ട് കേട്ടോ. അലീന പതിയെ തിരിഞ്ഞിങ്ങനെ നോക്കണം, ചറഞ്ഞ് നോക്കണം. എന്നിട്ട് പോയിക്കുന്നുണ്ട്, ഈ കൈയെടുക്ക്. ഇല്ല, ഞാൻ കൈയെടുക്കുന്നില്ല. പിന്നെ ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ നീ എന്താ വാതിൽ തുറക്കാത്ത? ഞാൻ പറഞ്ഞിരുന്നില്ലേ? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയാം. അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട്, ഞാൻ ചോദിച്ച് എന്ത് നിങ്ങൾ തരുമോ? തരാം. എന്നാലൊരു കാര്യം ചെയ്യും, എനിക്ക് ഒരു സഹോദരനെ എങ്ങനെയാണ് സ്നേഹിക്കുക? അങ്ങനെ ഒരു സ്നേഹം തന്നാൽ മതി. അത് ശരി. നിന്നെ സഹോദരിയെ പോലെ കാണാനായിട്ട് നീ എൻ്റെ ആരാ? നീ വീട്ടു ജോലിക്ക് വന്നവളല്ലേ? എനിക്ക് സഹോദരിയെ പോലെ കാണാനായിട്ട് ഇവിടെ ഒരുത്തി ഉണ്ട്, എനിക്കത് മതി. അപ്പോൾ അടുത്ത അലീന പറയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. പിന്നെ കൈതക്കൽ മാളികയ്ക്കൽ തറവാട്ടിലെ ഒരു ആണെന്നുള്ള രീതിയിൽ, തറവാടിയാണെന്നുള്ള രീതിയിൽ നീ പെരുമാറണം. അതിന് പറ്റൂ? സാധാരണ തറവാട്ടിൽ പറഞ്ഞ ആൺപിള്ളേർ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ആ മനുവേട്ടനൊക്കെ എന്ത് സ്വഭാവമാണ്, എന്ത് സ്നേഹത്തോടു കൂടിയാണ്, എന്ത് മര്യാദയോടു കൂടിയാണ് പെരുമാറുന്നത്. അതുപോലെ എന്താ നിനക്ക് പെരുമാറിക്കൂടിയെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് ഹരിയുടെ സ്വഭാവം അങ്ങോട്ട് ഇറങ്ങി. ഉടനെ ഹരി പറയണം, നിർത്തടി അങ്ങോട്ട്, നീ വലിയ ശീലാവതി ഒന്നും ചമഞ്ഞേക്കരുത് കേട്ടോ. അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ ആരോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആലോചിച്ചോളാം എന്നും പറഞ്ഞ് അവിടെ ഡ്രോയിൽ പോയി പേഴ്സ് എടുത്തിട്ട് വന്ന് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അലീനയ്ക്ക് കൊടുക്കുക. എന്നിട്ട് പറയാം, എന്നാ ഇത് നീ വെച്ചോ, ഇത് നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ പൈസ തരാം. പിന്നെ നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് ഞാൻ സ്വർണ്ണത്തിൻ്റെ ചെയിനൊക്കെ വാങ്ങിത്തരും. എനിക്കൊന്നും വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മാന്യമായിട്ട് എന്നോട് പെരുമാറിയാൽ മാത്രം മതി എന്ന് പറയാം. ഇറങ്ങിപ്പോടി പുല്ലേ, അവൾ എന്നോട് മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോ, ഇവിടെ നീ തുടയ്ക്കാൻ വേണ്ട, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അലീനയോട് ദേഷ്യപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹരി അവിടെ കിടന്ന് ചാടി തുമ്പിക്കുകയാണ്. എന്നിട്ട് കാലുകൊണ്ട് കട്ടിലേക്ക് വലിച്ച് ചവിട്ട് ഒക്കെ ചെയ്യാണ്. നീ കാണിച്ച് തരുന്നുണ്ടടി, നിന്നെ ഞാൻ കയ്യിലെടുത്തോളാം, വിട്ട് കളയില്ല നിന്നെ, ഇത്രയും പറഞ്ഞിട്ട് അയാൾ അവിടെ നിൽക്കുകയാണ്. അലീന ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തുടയ്ക്കണ്ടെങ്കിൽ തുടയ്ക്കണ്ട എന്നും പറഞ്ഞ് നേരെ ഇറങ്ങി പോവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വൈജയന്തിയുടെ വീട്ടിലാണെങ്കിൽ വൈജയന്തി വൈകിട്ടായില്ല, രാവിലെ ഓഫീസിൽ പോയതാ.
അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് വൈജയന്തി വിളിക്കുന്നത്. വൈജയന്തി പറയാണ്, എത്ര സമയമായി ബാലചന്ദ്രൻ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ബിസിയാണല്ലോ. ആ അതെ, ആരോടാ ഈ സംസാരം? അതെ, ഞാനൊരു സുന്ദരിയായ ഒരു പെൺകൊച്ചിനോടാണ് സംസാരിക്കണം. അത് ശരി, ഒന്നാക്കി എന്തിനാ? 10 പേരോടത്തങ്ങ് ആയിക്കൂടായിരുന്നു. അയ്യോ വേണ്ടായേ എന്നിങ്ങനെ പറയാം. അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ വിളിച്ചതെന്നറിയോ? ശിവേട്ടൻ നാളെ പോവാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? നാളെ അല്ലേ പോണേ? ഇന്നും എന്തിനാ പോണേ? ഞാൻ എന്തായാലും ഓഫീസ് കഴിഞ്ഞ് നേരെ അങ്ങ് പോവും. കാരണം നാളെ കൊടുത്തേക്കാനായിട്ട് ശിവേട്ടൻ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ അവിടെ എന്തെങ്കിലും പൊരിക്കുകയോ കരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അവിടെ കമലെടുത്തി. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സഹായിച്ച് കൊടുക്കണ്ടേ? എന്നാൽ പിന്നെ നിൻ്റെ സഹോദരനല്ലേ, നീ പൊക്കോ. അത് പറ്റില്ല, നിങ്ങൾ വരണം. ഞാൻ വന്നോളാം. എനിക്കും ശിവനും ആയിട്ട് ചെറിയ ടച്ചിങ്സും പാർട്ടിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും ഞാൻ വരും. അതുകൊണ്ട് സന്ധ്യ ആവാറാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം. നീ പോണെങ്കിൽ നീ പൊക്കോ. ശരി, ഞാൻ ഓഫീസും കഴിഞ്ഞ് നേരെ അങ്ങ് പോകും. അപ്പോൾ മക്കളെ നീ കൊണ്ടുപോകുന്നില്ലേ? മക്കളെ ഒന്നും കൊണ്ടുപോകണ്ട. അവരിന്നാൾ പോയി കണ്ടതല്ലേ എല്ലാവരും. പിന്നെ അവർക്ക് സ്കൂൾ വിട്ട് വന്നാൽ എന്തെല്ലാം പണിയുണ്ട്, എഴുതാനും ഹോംവർക്ക് ചെയ്യാനും ഒക്കെ ഇല്ലേ. അതുകൊണ്ട് അവരവിടെ ഇരുന്നോട്ടെ, ഞാൻ പോവാ. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, വയ്ക്കട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ മോളോട് വന്ന് ബാലചന്ദ്രനെ സംസാരിക്കുമ്പോൾ മോള് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞങ്ങളെ എന്താ കൊണ്ടുപോകാത്ത? ഞങ്ങളും കൂടെ വന്നോട്ടെ. വേണ്ട മോളെ, നിങ്ങൾ ഇന്നാൾ പോയി കണ്ടതല്ലേ. പിന്നെ അതും പോരാഞ്ഞിട്ട് അറിയുമല്ലോ, നിനക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കില്ലേ, അതൊക്കെ ഇരുന്ന് ചെയ്തോ, അതാണ് നല്ലത്. അപ്പോൾ അമ്മ ഇന്ന് വരില്ലേ? അമ്മ ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ മോളെ എന്ന് പറയാം കേട്ടോ. അത് അപ്പോൾ അച്ഛനും അങ്ങ് പോവോ? ഞാൻ ഇന്ന് വൈകിട്ട് പോകുന്നുണ്ട്. അത് ശരി, അങ്ങനെ. ഇനിയിപ്പോൾ അടുത്ത തീരുമാനം എന്താ? അതൊക്കെ നിൻ്റെ അമ്മ തീരുമാനിക്കും പോലെ അല്ലേ. അവൾ എന്ത് തീരുമാനിക്കുന്നു നമുക്കതുപോലെ ചെയ്യാം. അവൾ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കാം, അവൾ പോകാൻ പറഞ്ഞാൽ പോവാം. അങ്ങനെയല്ലേ എന്ന് പറയാം കേട്ടോ. എന്തിനാ അച്ഛാ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കണം? എൻ്റെ പൊന്നു മോളെ, ഞാനൊന്ന് സമാധാനമായിട്ട് ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശീനെ രാവിലെ തന്നെ അലീന വന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയോട്, മുത്തശ്ശി നമുക്ക് രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കണ്ടേന്ന് ചോദിക്കാം. പിന്നെ ഒന്ന് പോവച്ചേ, സുന്ദരി. പിന്നെ ആര് പറഞ്ഞു ഞാൻ സുന്ദരിയാണ്? ഇപ്പോൾ ദേ പല്ലും കൊഴിഞ്ഞു, എല്ല് ഒടിഞ്ഞു, വയ്യാണ്ട് കിടക്കുക. ഇപ്പോൾ ഒന്ന് പോ മുത്തശ്ശി. മുത്തശ്ശിയുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മുത്തശ്ശി സുന്ദരിയാണ്. അതൊക്കെ ഒരു കാലം. പിന്നെ പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നായിരിക്കും. നല്ല ചെറുപ്പത്തിലായിരിക്കുമ്പോൾ ഓടി ചാടി കല്യാണമൊക്കെ കഴിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് മക്കളെയൊക്കെ പെറ്റ് വളർത്തി കുടുംബം നോക്കിയ ഒരു കാലം. എന്തായിരുന്നു അത്? എന്തുമാത്രം ആളുകൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു കാലം. പിന്നെ മോളൊരു കാര്യം ചെയ്യും, എൻ്റെ ഈ കയ്യിലേക്ക് ഒന്ന് എണ്ണയിട്ട് തടയിത്താ, എനിക്ക് മുട്ടാണ് ആദ്യം വേദന, അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ തേച്ച് കുളിക്കാമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അതൊക്കെ ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ മോള് വരുമെന്ന്. ആരാ? മുത്തശ്ശിയുടെ മോള് വരുമോ? ഇന്ന് വരും, ഇന്ന് അവൾ എന്തായാലും വരും, ശിവൻ പോവുമല്ലേ അതുകൊണ്ട് വരും. അപ്പോഴാണ് അലീനയ്ക്ക് പെട്ടെന്ന് സന്തോഷം കൊണ്ട് മുഖത്തങ്ങ് മിന്നി മറിയാട്ടോ. അപ്പം പെട്ടെന്ന് അവിടെ കാറിൻ്റെ ഹോൺ അടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പം തന്നെ മുത്തശ്ശി പറയാം, അതേ വൈജ വന്നു. ആണോ? വന്നോ? അതെൻ്റെ മോളുടെ കാറിൻ്റെ സൗണ്ടാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റും. ആണോ? വന്നോ? വന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടും മുത്തശ്ശിനെ അവിടെ ഇട്ടിട്ട് അലീന ഓടിപ്പോയി ആ ഡോറിൻ്റെ കർട്ടനൊക്കെ വലിച്ച് താഴോട്ടാക്കി എൻ്റെ ഇടയിൽ കൂടെ നോക്കുക കേട്ടോ. ഒരു മിന്നായം പോലെ വൈജയന്തി കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് കവറുകളും ഒക്കെ ആയിട്ട് നേരെ അകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ഡോറിൻ്റെ അവിടെ പോയി നിൽക്കുക, ഇറങ്ങി വരുമ്പോഴെങ്കിലും കാണാമല്ലോ എന്നും പറഞ്ഞിട്ട് ഡോർ അടച്ചിട്ടേക്കാണ്. വൈജയന്തി തന്നെയാണ് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഡോറ് തുറന്നിട്ട് അകത്തേക്കിട്ട് ഇറങ്ങി വരുന്നുണ്ടോ. അപ്പോൾ ആ സൈഡിൽ നിൽക്കുകയാണ് നമ്മുടെ അലീനക്കുട്ടി. അലീനയ്ക്ക് ഇങ്ങനെ അമ്മയെ കണ്ടോളാൻ വയ്യല്ലോ. അലീന കാണുകയാണ് കേട്ടോ വൈജയന്തി കയറി വരുന്നതും. അങ്ങനെ നേരെ അകത്തേക്ക് ചെന്ന് ശിവേട്ടനോട് സംസാരിക്കുക. അപ്പോൾ ആ സഹോദരൻ ചോദിക്കുന്നുണ്ട്, എടി നീങ്ങി വന്നോ? പിന്നല്ലാണ്ട് ഇവിടെ കമലെടുത്തി എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വന്നതാണ്. കമലെടുത്തി എന്ത് ദേ അകത്തുണ്ട്, അവൾ എന്തൊക്കെയോ പൊരിക്കുകയോ കരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ശരി, ദേ കമലേ വൈജയന്തി വന്നു എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ഇറങ്ങി വന്നിട്ട് ഓടി വന്ന്, എങ്ങനെയുണ്ട്? നീ ഇപ്പം ഓഫീസ് കഴിഞ്ഞ് നേരെ വന്നോ? അതെ, ഞാനിങ്ങി വന്നു. പിന്നെ അകത്തെന്താ? ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പോകുമ്പോഴേ എനിക്ക് കുറച്ച് തന്നുവിട്ടേക്കണം കേട്ടോ എന്ന് വൈജ പറയാം കേട്ടോ. കമല ചോദിക്കുന്നുണ്ട്, എന്ത് തന്നിവിടെ? അല്ല, നീ എന്തോ പൊരിക്കുകയോ കരിക്കുകയോ ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, അതിൽ കുറച്ച് എനിക്കൂടെ തരണേന്ന്. ശരിയെന്ന് കമല പറയണമെങ്കിലും കമലയുടെ മുഖം അങ്ങ് മങ്ങിയിട്ട് ഓർക്കും ഒരു സാധനം കൊടുക്കത്തില്ല. ദുഷ്ട സാധനമാണല്ലോ കമല. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും മാറി നിന്ന് അമ്മയുടെ സംസാരവും ഒരു പെരുമാറ്റവും ഒക്കെ കാണുക കേട്ടോ അലീന. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അലീനക്കുട്ടി. അപ്പോൾ അവിടെ നിന്നും കൊണ്ട്
പെട്ടെന്ന് എന്നെ കമലയോട് ചോദിക്കുന്നുണ്ട്, അതെ എന്താ ഇത്ര തിരക്ക്, ഇവിടെ ജോലിക്കാരി പെണ്ണില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കണേന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹരി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആ ആൻറ്റി എത്തിയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. അപ്പോൾ കമല പറയാം, എടാ മുമ്പൊക്കെ ഇവന്മാരെല്ലാം അപ്പച്ചിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം എന്നാ ആൻറ്റി, ഓരോ സമയം ഓരോന്നും, എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? അപ്പോൾ വൈജ പറയാം, സാരമില്ല കമലേട്ടത്തി, അവൻ ആൻറ്റിന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം, അപ്പച്ചിയൊക്കെ പണ്ട് കാലത്ത് ആൻറ്റിന്ന് തന്നെ വിളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ മോനോട് ഇങ്ങനെ ഓമനിക്കുകയും തലോടുകയും തലയിലൊക്കെ തടവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട അലീന ഭയങ്കര സന്തോഷത്തിലാട്ടോ, എന്തോ കൗതുകത്തിലും കണ്ടതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അമ്മയെ കണ്ടപ്പം. അപ്പോൾ ഉടനെ കമലയോട് ചോദിക്കുന്നുണ്ട്, കമലെടുത്ത് എന്തിനാ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടണേ, ആ ജോലിക്കാരിയെ കൂടെ கொஞ்சம் സഹായിച്ചോളൂ. ഓ ജോലിക്കാരി ഇവിടെ വന്ന് നിൽപ്പുണ്ടെന്ന് മാത്രം പേരും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ വിളിച്ചാൽ അപ്പോഴും വിളിക്കും, മോളെ മോളെ അലീനക്കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും അവളെ അടുത്ത് വേണം. ഓ അത് ശരി, അപ്പോൾ അവളെ പേര് അലീനാന്നാ? ആ അലീനാന്നാ അവളെ പേര് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ തന്നെ നമ്മുടെ അതൊക്കെ കേൾക്കുമ്പം ജോലിക്കാരി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേ പാവം പെട്ടെന്ന് അലീനയുടെ മുഖം അങ്ങ് മങ്ങിപ്പോവാട്ടോ. എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അലീന. അതാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.